ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയുന്നത്. 2025 പല പ്രധാന ഗ്രഹങ്ങൾക്കൊക്കെ രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. ശനിയാണെങ്കിൽ ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു. മെയ് 14 വ്യാഴവും രാശി മാറും. അതിനുശേഷം രാഹുകേതുക്കളുടെയൊക്കെ രാശിമാറ്റമുണ്ടാകും. ഈ ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുമാണ്. ഇവ വളരെ കാലമൊക്കെ ഒരു രാശിയിൽ തന്നെ നിൽക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെയും അതുപോലെ ശനിയുടെയും രാഹുകേതുക്കളുടെയും ഒക്കെ രാശിമാറ്റം വളരെയധികം പ്രാധാന്യമൊക്കെ അർഹിക്കുന്നതാണ്. ചിത്ര നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം 2 രാശിയിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. ചിത്രയുടെ ആദ്യ പകുതി കന്നിക്കൂറിലും അവസാനത്തെ പകുതി തുലാക്കൂറിലുമായിട്ടാണ് വരുന്നത്. വിഷു സംക്രമണ ഫലമനുസരിച്ച് ആദിശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം. അതിനാൽ ധനപരമായിട്ടൊക്കെ വളരെയധികം കെയറൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു വർഷമാണ് വരുന്ന വർഷം. വരവിനൊക്കെ അനുസരിച്ച് ചിലവുകളൊക്കെ ചെയ്യുകയും അതുപോലെ പുതിയ എന്തെങ്കിലും വരുമാന സ്രോതസ്സുകളൊക്കെ കൂടി കണ്ടെത്തേണ്ടതും ഒക്കെയായിട്ട് ഉണ്ട്. ആരോഗ്യപരമായിട്ടും അല്പം ശ്രദ്ധയൊക്കെ വേണ്ടതായിട്ടുണ്ട്. അതുപോലെ പലവിധ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ചിലവുകളൊക്കെ കൂടാം. ദേവത ശിവനാണ്. അല്പം സുഖക്കുറവൊക്കെ അനുഭവപ്പെടാം. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയൊക്കെ ശിവഭജനം അതുപോലെ ശിവക്ഷേത്ര ദർശനം ഒക്കെ നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. വിഷുഫലമൊക്കെ അനുസരിച്ച് അല്പം മോശം ഫലമാണെങ്കിലും ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം പൂർണ്ണമായ ഫലം പറയാൻ. ചിത്രയുടെ ആദ്യത്തെ പകുതി കന്നിക്കൂറിൽ വരുന്നതാണ്. ആ കന്നിക്കൂറിൽ വരുന്നവർക്ക് 7 കണ്ടക ശനിയുടെയൊക്കെ കാലം തുടങ്ങി. മെയ് 14 വ്യാഴം 10 രാശി മാറും. കുടുംബപരമായിട്ടൊക്കെ അല്പം ശ്രദ്ധയോടെ മുന്നോട്ടൊക്കെ പോവുകയാണെങ്കിൽ കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നതും സന്തോഷമൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതുമാണ്. തൊഴിൽപരമായിട്ടൊക്കെ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ നിരാശകളൊക്കെ ഉണ്ടാകും. പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നതൊക്കെ പോലെ നടക്കണമെന്നില്ല. അഥവാ നടന്നാൽ തന്നെ അല്പം കാലതാമസം ഒക്കെ ഉണ്ടാകുന്നതുമാണ്. അതുപോലെ തന്നെക്കാട്ടിലും കൂടുതൽ പ്രായമുള്ളവരെയും അതുപോലെ ജോലിസ്ഥലത്തൊക്കെ ആണെങ്കിൽ തന്നെക്കാളിലും സീനിയറായവരും ഒക്കെ ആയിട്ടുള്ള സംസാരിക്കുമ്പോഴും ഒക്കെ അല്പം പ്രകോപിതനൊക്കെ ആകാതെ ശാന്തമായിട്ടൊക്കെ സംസാരിക്കണം അവരോട്. അതുപോലെ ക്ഷമയൊക്കെ വളരെയധികം ആവശ്യമായി വരുന്ന കാലമാണ്. എന്ത് കാര്യത്തിലും ക്ഷമ വളരെയധികം നല്ലതാണ്. അതുപോലെ അനാവശ്യമായിട്ടുള്ള പാഴ് യാത്രകളൊക്കെ ഒഴിവാക്കുക. ജീവിത പങ്കാളിയെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും ദുഃഖങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ അല്പം ശ്രദ്ധിക്കുക. വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവരുടെയൊക്കെ വാക്കുകളൊക്കെ കേട്ട് ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കരുത്. അങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ ചിലപ്പോൾ പരാജയമുണ്ടാകും. കൂടുതൽ പ്രയത്നത്തിലൂടെയൊക്കെ ജീവിത വിജയം ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണ്. ചിത്ര നക്ഷത്രം തുലാക്കൂറുകാർക്ക് ശനി 6-ാം ഭാവത്തിലും വ്യാഴം മെയ് 14 9-ാം ഭാവത്തിലേക്കുമൊക്കെ രാശി മാറി വരുന്നത് വളരെയധികം അനുകൂലമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ പ്രയാസങ്ങൾക്കൊക്കെ മാറ്റം വരുന്നതും നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാനും ഒക്കെ കഴിയുന്നതുമാണ്. അതുപോലെ സാമ്പത്തികമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കടങ്ങളൊക്കെ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടൊക്കെ 2 കൂറിലും വരുന്ന നക്ഷത്രക്കാർ കൂടുതലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ചാരഫലം അനുസരിച്ച് ചിത്രയുടെ ആദ്യത്തെ പകുതിക്കാർക്ക് അല്പം മോശവും ബാക്കി അവസാനത്തെ പകുതിക്കാർക്ക് വളരെയധികം ഗുണകരവുമാണ്. നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചിത്ര നക്ഷത്രക്കാർ 2 കൂറിലും വരുന്ന ചിത്ര നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി കൂവളമാല അതുപോലെ ധാര അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ശിവഭജനവും നല്ലതാണ്. കന്നിക്കൂറിൽ വരുന്നവർ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ച തോറും നീരാഞ്ജനം വഴിപാട്, എള്ളുതിരി വഴിപാട് എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക.
ദിവസവും വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുക. തുലാക്കൂറിൽ വരുന്നവർ മഹാലക്ഷ്മി ഭജനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. മഹാലക്ഷ്മി ക്ഷേത്രം ദർശനമൊക്കെ നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നതും കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.